ചലച്ചിത്രകലയിലെ സ്ത്രീ സാന്നിധ്യത്തിന് പ്രാമുഖ്യം നൽകി 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള മുതിർന്ന നടിമാർക്ക് ആദരമായി മേളയിൽ സംഘടിപ്പിച്ച മറക്കില്ലൊരിക്കലും പരിപാടിയിൽ തിരശീലയിൽ തിളങ്ങിയ മുതിർന്ന നടിമാരെ മന്ത്രി സജി ചെറിയാൻ ആദരിച്ചു. സിനിമയടക്കമുള്ള മേഖലകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി തൊഴിൽ ചെയ്യാനുള്ള നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. മലയാള സിനിമയുടെ ശൈശവകാലം തങ്ങളുടെ അഭിനയ മികവുകൊണ്ട് സമ്പന്നമാക്കിയ കലാകാരികൾ KR വിജയ, TR ഓമന, ബിദു ബാല, ശാന്തി കൃഷ്ണ തുടങ്ങി 23 പേർ. സ്ത്രീപക്ഷ രാഷ്ട്രീയമുള്ള സിനിമകൾക്കൊപ്പം സ്ത്രീ പ്രാതിനിധ്യത്തിന് പ്രാമുഖ്യം നൽകിയുമാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ തുടർച്ചയായാണ് 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 3ാം ദിനം സിനിമാ മേഖലയിലെ മുതിർന്ന നടിമാരെ ആദരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തലമുറകളുടെ സംഗമമാണ് മറക്കില്ലൊരിക്കലും പരിപാടിയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ രംഗത്ത് എത്തിയ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വേദിയിൽ ആദരവ് നൽകുന്നത്. 74 ചലച്ചിത്രരംഗെത്തി ഈ വർഷം 2024 50 വർഷം പൂർത്തിയാക്കി ഇന്നും മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ശ്രീമതി മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിൽ ആദരിക്കപ്പെടുകയാണ്. ആദരിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തികൾ പലരും മലയാള സിനിമയുടെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയുടെ അഭിമാന താരങ്ങളാണ്. 6 പതിറ്റാണ്ട് കാലം ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന ഏതാണ്ട് എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പം ഉജ്ജ്വലമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഏറ്റവും ബഹുമാനിയായ ശ്രീമതി KR വിജയ ഇന്നീ വേദിയിൽ നമുക്കൊപ്പമുണ്ട് എന്നതും അഭിമാനകരമായ കാര്യമാണ്. പല തലമുറകളുടെ സംഗമം കൂടിയാണ് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ്. ഈ ചലച്ചിത്ര പ്രതിഭകളെ ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് മറക്കില്ലൊരിക്കലും എന്ന ഈ പരിപാടി കേരള സർക്കാർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. മലയാളത്തിലെ സ്ത്രീ സാന്നിധ്യത്തിന് പ്രാമുഖ്യം നൽകിയ മേളയോടുള്ള സ്നേഹം പ്രിയ കലാകാരികളും പങ്കുവച്ചു. ഒരുപാട് സന്തോഷമുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെയുള്ള ഐഡിയാസ് ഇനിയും തോന്നട്ടെ. ഈ കേരള ഗവൺമെൻറ് പെണ്ണുങ്ങൾക്ക് ആ ഒരു സ്ഥാനം കൊടുത്ത് അതിലൊരു ഇത്രയും 1944 തൊട്ട് 84 വരെ അഭിനയിച്ച സ്ത്രീകൾക്ക് അത് ഇവിടെ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള ഭാഷകളിലുള്ളവരെയും ഓർത്ത് അവരെയും വിളിച്ച് ബഹുമാനിക്കുക, ആദരവ് തരുക എന്നുള്ളത് സാധാരണ വിഷയമല്ല. ചടങ്ങിൽ പൊന്നാടയണിയിച്ച നടിമാരെ ആദരിച്ചു. IFFK ലോഗോ ആലേഖനം ചെയ്ത ഫലകവും ഉപഹാരവും മന്ത്രി കൈമാറി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.